ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 സ്റ്റീഫൻ ജി, ഓ ചേട്ടാ, ഞാനിപ്പം മധുവിന്റെ അടുത്തൊരു പാട്ട് 4 പേര് റിക്വസ്റ്റ് ചെയ്യാൻ. അതും ആ താരാപഥം. ഓക്കെ, ജസ്റ്റ് പ്ലീസ്. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദുചുംബനങ്ങൾ നൽകാൻ താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ഇതിനൊരു കണക്ഷൻ ഉണ്ട്. ആ. അടുത്ത പാടാൻ വരുന്ന കുട്ടിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരി. താരപദം പദമായിട്ട് വരും. താരയുണ്ട്, സ്നേഹാമൃതമുണ്ട്. ഓ അത് ശരി. നവതാരമാണ്. അപ്പൊ ആരായിരിക്കും? അതാരായിരിക്കും എന്ന് പറഞ്ഞാൽ അത് താരയായിരിക്കും. താരയായിരിക്കും. വെൽക്കം താര. ഇതാര്? അതെ 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 അതെ, നമ്മുടെ താരക്കുട്ടി. അല്ല, നേരത്തെ ഇവിടെ വരുമ്പോഴേ ഇവിടെ ഇവിടെ ഇരിക്കുമ്പോ അടുത്തേക്ക് വരാൻ ഇങ്ങനെ വെമ്പല് കൊള്ളാറുണ്ട്. ഇതിപ്പോ തൊട്ടടുത്ത് കിട്ടി വന്നപ്പോ തന്നെ. അല്ലേ താരക്കുട്ടി, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്നാലും ഒരു 2-3 പറ. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്. ഇവിടുത്തെ ജിമ്മൻ മാമനുണ്ട്. ജിമ്മൻ മാമനോ? ആ, ജിമ്മൻ മാമൻ. ജിമ്മനോ? അങ്ങനത്തെ ഒരു മാമനുണ്ട് ഇവിടെ. ഇവിടെ അങ്ങനെ വിളിക്കാൻ കാരണം? അത് ജിമ്മാണോ? ഓ അത് ശരി. അപ്പൊ ആ മാമൻ എന്നെ എപ്പോഴും പിരികേറ്റും. താരക്കുട്ടിയാണോന്നൊക്കെ ചോദിച്ചിട്ട് താരക്കുട്ടി വന്നോന്നൊക്കെ ചോദിക്കും. ഞാൻ അവിടെ എന്തായാലും അപ്പൊ ഞാൻ ഇല്ലാത്ത പോലെയൊക്കെ ആക്ഷൻ കാണിക്കും. എന്നിട്ട് ഞാൻ ഇന്ന് ഡ്രസ് ഞാൻ കീറി. ജിമ്മന്റെയോ? ജിമ്മങ്ങളുടെ ഡ്രസ് കീറിയോ? എങ്ങനെ കീറി? ഞാനൊരു കത്രിക എടുത്ത് മുറിച്ച്. മറ്റേ കിലുക്കത്തി പറയുന്ന പോലെ ഇത്രയും ഞാൻ ചെയ്തോളൂ. ഓക്കെ, ഏത് പാട്ടാണ് പാടുന്നേ? ഞാൻ പക്ഷെ സങ്കടപ്പാട്ടാ. സങ്കടപ്പാട്ടാ? അയ്യോ, എനിക്കത് പ്രയാസം. ഓ, സങ്കടപ്പാട്ടാണല്ലേ? ഈ സിനിമയില് മറ്റേ ഒരു ആന്റീനെ ടെലിഫോണിൽ വിളിക്കുന്ന ഗീതു ആന്റി. മോളുടെ അച്ഛൻ മരിച്ചത്. അപ്പൊ അതിന്റെ ഒരു സങ്കടം ഉണ്ട്. ആ സങ്കടം കൂടി ഉണ്ട് ഈ താരാട്ട് പാട്ടിലല്ലേ? മാത്രമല്ല ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ പടത്തിനും 1 മുതൽ 0 വരെ അല്ലേ? അതെ അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ഒന്ന് നമ്മുടെ മോഹൻ സിത്താരയുടെ ഫസ്റ്റ് ഫിലിം, വേണുഗോപാൽ, അതുപോലെ എനിക്ക് തോന്നുന്ന ഇതിന്റെ ഡയറക്ടർ ഗീതു മോഹൻദാസ്. അങ്ങനെ ഒരുപാട് പേരുടെ ഇൻട്രഡക്ഷൻ നടന്ന ഒരു സിനിമയാണിത്. മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഓക്കെ, വേറൊന്നും അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എഴുതിയത് എന്റെ കൊടുത്തു സാർ. മ്യൂസിക് ചെയ്തത് മോഹൻ പറഞ്ഞല്ലോ. അപ്പൊ ഏത് വർഷമാണെന്ന് കൂടെ പറഞ്ഞേര്. വർഷം 1986. ഓ ഓക്കെ. അപ്പം നമ്മൾ തകർക്കുന്നു അല്ലേ? അടിച്ചു പൊളിക്കുന്നു. റെഡി? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാരി രാരി ഡം ഡാരു പൊന്നും തിങ്കൾ പോറ്റും മാണി മാണി കുഞ്ഞിക്കല മാണി പൊന്നും തിങ്കൾ പോറ്റും മാണി മാണി കുഞ്ഞിക്കല മാണി ഭൂമിഴികൾ പൂട്ടി മെല്ലെ നീയുറങ്ങി ചായുറങ്ങി സ്വപ്നങ്ങൾ പൂവിടും പോലെ
ഗുഡ് വെരി ഗുഡ് സൂപ്പർ കലക്കി. ആഹാ അതിമനോഹരം. താങ്ക് യു. താലോലം തപ്പു കൊട്ടിപ്പാടും താരാട്ടിൻ നീണമം സൂപ്പർ ആയിട്ട് പാടി. അതെ കാലക്ക് അടിപൊളി കലക്കി മോളെ. അതെ കൊട്ടിപ്പാടും താരാട്ടിൻ യഥാർത്ഥമായിട്ടുള്ള ഫീല് ഈ കൊച്ചു പ്രായത്തില് അതെ, അതെ. 7 വയസ്സ്. 7 വയസ്സ്. എത്ര ക്ലാസ് എത്ര ക്ലാസ് 2. 2ാം ക്ലാസ് ഓൺലി സെക്കൻഡ് സ്റ്റാൻഡേർഡ് അയ്യോ. 2ാം ക്ലാസ് 7 വയസ്സില് അതെ 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 ഇത്രയും ഫീൽ അതിമനോഹരമായിട്ട് നമുക്ക് എക്സ്പ്രസീവ് ആയിട്ട് നമുക്ക് തന്നു. അതെ. നമുക്ക് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും മോള് കൊടുത്തു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അസാധ്യമായിരുന്നു, വാക്കുകളില്ല. താങ്ക് യു. കാരണം കൺട്രോൾഡ് സിംഗിങ് എന്ന് അതെ അതെ പറയുന്നത് അതെ 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 അത് വേണേ രാരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇത് പോയി. കറക്റ്റ് അതെ അതെ ദാരാരാരാരീരീ, Correct. താരാരീരീ, താരാരാരാ, താരാരാരാരാരാരാ. അതൊക്കെ നോട്ട് ബൈ നോട്ട് എക്സാക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് മോള് പാടിയിട്ടു. അതെ അതെ വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. താരക്കുട്ടി ആ ഇവിടുത്തെ ഒരു താരമല്ലേ അല്ലേ? ആ ഉഗ്രനായിട്ട് പാടിട്ടോ. താങ്ക് യു. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടിയതില്. താങ്ക് യു. ഈ ഫീലൊക്കെ എങ്ങനെയാ വരണേ ഇങ്ങനെ? എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. ഈ പാട്ട് വളരെ ഇഷ്ടമാണ് അല്ലേ? എനിക്ക് പിന്നെ അച്ഛനെ കൂടുതൽ ഓർമ്മ വരും ഈ പാട്ട് ഈ കേൾക്കുമ്പോൾ. പാട്ട് കേൾക്കുമ്പോ. ഓ അത് ശരി. അച്ഛൻ ഇങ്ങനെ താരാട്ട് പാടി ഉറക്കാറുണ്ടായിരുന്നോ? ആണോ? എന്തായാലും അത് നല്ല ഫീൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും നല്ല ഫീലിലാ പാടിയേ അല്ലേ? താങ്ക് യു. മിടുക്കി. താങ്ക് യു. വെരി ഗുഡ്. താരക്കുട്ടി ആ ശരിക്കും ഞങ്ങളുടെയൊക്കെ ഹൃദയം കീഴടക്കി. അതെ താങ്ക് യു. ഭയങ്കര ഒരു ഇമോഷണലായി. ഈ പാട്ടിന് ഓൾറെഡി ഒരു ഇമോഷൻ ഉണ്ട്. മോള് ശരിക്കും ഇമോഷൻ കൊണ്ടുവന്നു ഞങ്ങളുടെ അടുത്ത്. അതെ അതെ താങ്ക് യു. ഭയങ്കര ഹൈ പാടി. ഇപ്പോഴും പിന്നെ ഒരു പ്രൊഫഷണൽ നിന്ന് പാടുന്ന മാതിരി കൈയൊക്കെ കാണിച്ച് 7 വയസ്സുള്ള കുട്ടിയെ പാടുന്നത്. സ്റ്റീഫൻജി, ഓ. സീസൺ 4 നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ആയിട്ടുണ്ടായിരുന്നതാണ്. ലിറ്റിൽ ഏഞ്ചൽ ആയിരുന്നപ്പോഴ് എടുത്താ പൊങ്ങാത്ത ഒരു പാട്ട് ദേവരാജ മാഷയുടെ പ്യുവർ കർണാട്ടിക് സ്റ്റൈലിൽ ചെയ്ത ഒരു പാട്ടിന്റെ അനുപല്ലവിയും ചരണവും അതിന്റെ മേളില് ഒരു കുഞ്ഞിന് സ്പർശിക്കാൻ പോലും പറ്റത്തില്ല. അത് അന്തം വിട്ട് പാടി ഓടി വന്ന് എടുത്തോണ്ട് ഓടി. മോളെ ശരിക്കും പറയട്ടെ, ഇത് ഇപ്പൊ ലിറ്റിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞപ്പോ എംജങ്ങൾ പറഞ്ഞ് ആ ഇപ്പോഴും ലിറ്റിൽ ഏഞ്ചൽ തന്നെയാ. അതെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതെ അതെ. പക്ഷെ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് എന്ത് വ്യത്യാസം ഉണ്ടാവാനാ? പക്ഷെ പാട്ടിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നത് മോള് നേരത്തെ ഇപ്പൊ മധുകൾ ചോദിച്ചപ്പോ അച്ഛനെ ഓർമ്മ വരുന്നു. എന്താ അച്ഛന് ഇത്ര ഓർമ്മ വരാൻ കാരണം? അച്ഛന് അത്ര ഇഷ്ടമായിരുന്നോ? നോക്കുമായിരുന്നോ? അച്ഛൻ നല്ലോണം നോക്കുമായിരുന്നു. പാട്ടൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നോ? പാട്ടൊന്നും പഠിപ്പിച്ചു തരാറില്ല, എഴുതിപ്പിക്കും. എഴുതിപ്പിക്കും. ആഹാ. അപ്പൊ എഴുതാനൊക്കെ പഠിപ്പിക്കും അല്ലേ? അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും അച്ഛനെ ഓർമ്മ വരും. ആ, മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. സാരമില്ല, അച്ഛന് ഇതൊക്കെ കേൾക്കുണ്ടാവും അല്ലേ? ഉം. മോളിൽ ഇരുന്നിട്ട് ഇപ്പൊ അച്ഛന്റെ അനുഗ്രഹമായിരിക്കും മോൾക്ക് ഇപ്പൊ ഇത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതെ അതെ. കാരണം അങ്ങനെയാണ്. ആ മോളെ ഇഷ്ടമുള്ളതുകൊണ്ട് അച്ഛന്റെ എല്ലാ അനുഗ്രഹവും മോളെ ഈ പാട്ട് പാടുമ്പോ നീ എടുക്ക്. അങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ മനസ്സ് കീഴടക്കില്ല, പ്രേക്ഷകരുടെ മനസ്സ് മുഴുവൻ കീഴടക്കും. അതെ, നേരത്തെ കീഴടക്കി വെച്ചേക്കുവാ അല്ലേ? ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അച്ഛനെ എപ്പോഴും ഓർക്കണം കേട്ടോ. മക്കളെ എന്തിനാ കരയുന്നേ? കരയണ്ട കേട്ടോ. അച്ഛൻ എന്നും മോടെ കൂടെ കാണാം. അച്ഛന്റെ ആത്മാവ് അതെ. മോടെ പാട്ടിന്റെ കൂടെ എന്നും ഉണ്ട്. അതുകൊണ്ട് മോള് ചക്കരയല്ലേ, മോള് കരയൊന്നും വേണ്ട. അതെ. അതിന്റെ ആ ഓർമ്മയെന്ന് പാടിയോണ്ടുണ്ടായ ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഫീല്, അതെ. ഒരു ഡെപ്ത് ഈ പാട്ടിനുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ മോളെ. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 100 out of 100. ആടി ഒരു അച്ഛൻ പൂക്കുറ്റി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.